ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. CITU കർഷക സംഘം കർഷക തൊഴിലാളികൾ തോപ്പുംപടിയിൽ പ്രതിഷേധ ധർണ നടത്തി. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച ഡൊണാൾഡ് ട്രംപിന്റെ നടപടി പിൻവലിക്കുക, അമേരിക്കയുമുള്ള കേന്ദ്ര ഗവൺമെന്റ് കള്ളക്കളി അവസാനിപ്പിക്കുക എന്നീ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് CITU കർഷക സംഘം കർഷക തൊഴിലാളികൾ തോപ്പുംപടിയിൽ പ്രതിഷേധ ധർണ നടത്തി. CITU ദേശീയ സെക്രട്ടറി K. ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ജനങ്ങൾക്ക് സഹായകമായ 1 കോടി ആളുകൾക്ക് ഗുണം കിട്ടുന്ന ഒരുപാട് പദ്ധതികൾ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അത് വലിയ കുറ്റമായി പോയി എന്നാണിപ്പോൾ ഒരു വിമർശനം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പറയുന്ന കേരള ഗവൺമെൻറ് ചെയ്ത ഒരുപാട് ക്ഷേമകാര്യങ്ങളോട് നമ്മൾ തുലനം ചെയ്താൽ സോറൻ മംദാനിയുടെ മുദ്രാവാക്യങ്ങളും വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന കുറേ പ്രഖ്യാപനങ്ങളാണ്. ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്, സമ്പന്നരിൽ നിന്ന് നികുതി പിരിക്കും, അത് നന്നായി പിരിക്കുമെന്ന്. രണ്ടാമത് പറഞ്ഞത്, നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലേക്ക് വന്നാൽ ഞാൻ മേയറാണെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന്. പിന്നെ പറഞ്ഞത് അവിടുത്തെ മുഴുവൻ യാത്രയും സൗജന്യമാക്കുമെന്നാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ അതൊരു ലീവബിൾ സിറ്റി ആക്കുക. അവിടെ താമസം വലിയ പ്രശ്നമാണ്. CITU ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ് അധ്യക്ഷനായി. K. എഡ്വിൻ, KSKTU ജില്ലാ പ്രസിഡന്റ് NC ഉഷാകുമാരി, ജില്ലാ സെക്രട്ടറി TC ഷിബു, IITUC ജില്ലാ സെക്രട്ടറി KN ഗോപി, കർഷക സംഘം ജില്ലാ സെക്രട്ടറി MC സുരേന്ദ്രൻ, KJ മാക്സി MLA, ചാൾസ് ജോർജ്, KA അലി അക്ബർ, CD നന്ദകുമാർ, സോണി കോമത്ത്, MG അജി, KM റിയാദ്, VC ബിജു എന്നിവർ സംസാരിച്ചു. അമേരിക്കൻ ഇറക്കുമതി ചുങ്കം ഇന്ത്യൻ വ്യാപാര വാണിജ്യ മേഖലകളിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി സംബന്ധിച്ച് ഒരു തൊഴിലാളി സംഘടന ആ വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് കർഷക പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള കിസാൻ സഭയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ ബിജു ബി കൃഷ്ണനാണ്. ആ സെമിനാറിൽ മോഡറേറ്ററായിരുന്നത് CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റാഫ് എളമരക്കരി. ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ മാത്രമല്ല, പ്ലാനിംഗ് ബോർഡിൻ്റെ ഡോക്ടർ R. രാംകുമാർ, അതുപോലെ തന്നെ കയറ്റുമതി രംഗത്തെ പ്രമുഖരായിട്ടുള്ള സംഘടനകളുടെ നേതൃത്വം, സീ ഫുഡ് എക്സ്പോർട്ടേഴ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചെയർമാൻ അലക്സ് നൈനാൻ അടക്കമുള്ള. ട്രംപ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള അധിക ചുങ്കം എന്നുള്ളത് ഇന്ത്യക്കകത്ത് വലിയ രൂപത്തിലേക്കുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. കേരളത്തിലാണെങ്കിൽ സുഗന്ധദ്രവ്യമടക്കം മത്സ്യവിഭവമടക്കം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യവും സംസ്ഥാനവും എന്നുള്ള നിലയ്ക്ക് ഏറെ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ഇന്ത്യക്കും കേരളത്തിലുമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 1 ലക്ഷത്തോളം കടലാമോൾ വന്ന് കേന്ദ്രീകരിക്കും, മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് തിരിച്ചു പോകും. നമ്മൾ ആരും കൊല്ലുന്നില്ല. അബദ്ധത്തിന് നമ്മുടെ വലയിൽപ്പെട്ടപ്പോൾ നമ്മൾ തുറന്നു വിടും. എന്താണ് അമേരിക്ക ഇങ്ങനെ പറയുന്നത്? അതിനുശേഷം അടുത്ത ജനുവരി 1 മുതൽ മറൈൻ മാമൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പേരിൽ നമ്മൾ കടൽപ്പന്നിയിൽ ഇവിടെ ഫോട്ടോ വെച്ച് മറിയുന്ന. തുടർന്ന് അമേരിക്കയെ ഏർപ്പെടുത്തിയ അധിക ചുങ്കത്തിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയനുകളുടെയും ഇടതുപക്ഷ കർഷക തൊഴിലാളി കർഷക സംഘടന നേതൃത്വത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ കോലം കത്തിച്ചു. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു ധർണ. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.